ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഏകദേശം ഒരു 1.25 കിലോമീറ്റർ അകലത്തായിട്ടാണ് ഗുരുവായൂർ ദേവസ്വം നെന്മിനി ബലരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആദ്യകാലത്ത് നെന്മനി ഇല്ലം വകയായിരുന്നു എന്നാണ്. നെന്മനി ആ ഇല്ലത്ത് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചരിത്രം അതിലുണ്ട്. ഐതിഹ്യം ഗുരുനാഥന്മാർ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിരുന്നു നെന്മനി ഇല്ലത്തെ ഒരു നമ്പൂതിരി എന്നുള്ളതും. അപ്പോൾ അദ്ദേഹം തൻ്റെ മകനെ ഗുരുവായൂരപ്പൻ്റെ പൂജകൾ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ട് അവർ എന്തോ ആവശ്യത്തിനായിട്ട് ദൂരേക്ക് പോയി എന്നാണ്. അപ്പോൾ ഉണ്ണി വിചാരിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ എന്താണോ നിവേദിക്കുന്നത് എല്ലാം കഴിക്കും എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിവേദ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അവിടുന്ന് ഊണ് കഴിച്ചില്ലെങ്കിൽ വിശക്കില്ലേ, ക്ഷീണിക്കില്ലേ, ഇത് കഴിക്കൂ ഭഗവാനെ എന്നിങ്ങനെ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് ഭഗവാനോട്. സ്വാദില്ലാഞ്ഞിട്ടാണോ ഭഗവാൻ ഊണ് കഴിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഉപ്പുമാങ്ങയും ഉറത്തൈരും പിന്നെ കൈപ്പക്കയുടെ കൊണ്ടാട്ടവും എല്ലാം തരാം ഗുരുവായൂരപ്പൻ ഊണ് കഴിക്കൂ എന്നിങ്ങനെ ആ ഉണ്ണിയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കേട്ട് ഗുരുവായൂരപ്പൻ ആ നിവേദ്യമെല്ലാം കഴിച്ചു, സന്തോഷത്തോടു കൂടെ കഴിച്ചു എന്നാണ്. എന്നാൽ പുറത്ത് ഈ പാത്രം വയ്ക്കുന്ന സമയത്താണ് അപ്പോൾ പാത്രം ഒഴിഞ്ഞു കിടക്കണം. അപ്പോൾ ഈ ഉണ്ണിയുടെ അച്ഛൻ വന്ന സമയത്ത് ഉണ്ണിയെക്കുറിച്ചിട്ട് ഒരു പരാതി മറ്റുള്ളവരെല്ലാവരും കൂടി പറഞ്ഞു. ഉണ്ണിയെ ശിക്ഷിക്കാനായിട്ട് അച്ഛൻ പുറപ്പെടുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഉണ്ണിയെ അടിക്കേണ്ട ആരും, ഇത് ഊണ് കഴിച്ചത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. ഇനി അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണോ സ്മരണയ്ക്കാണോ എന്നുള്ളത് അറിയില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പുത്തരി ദിവസം ഭഗവാന് ഇത് ഉപ്പുമാങ്ങ ഉറത്തൈരുവിന് എല്ലാ ദിവസവും ഭഗവാന് നിവേദ്യമായിട്ടുണ്ട്. പിന്നെ കൈപ്പയ്ക്ക അത് കൊണ്ടാട്ടം പോലെ വറുത്തിട്ട് അത് ഭഗവാന് എല്ലാ ദിവസവും നിവേദ്യമുണ്ട്. ഉച്ചപൂജയുടെ സമയത്ത് ഉപ്പുമാങ്ങ പ്രത്യേകിച്ച് 10 കറികൾ ഉപ്പുമാങ്ങ ഇതൊക്കെ ഭഗവാന് നിവേദ്യമുണ്ട്. ആ സ്മരണയ്ക്കാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട ഒരു ഇല്ലം ആണ് നെന്മിനി മന എന്നത്. അങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയെ പൂജിക്കാനുള്ള ഭാഗ്യവും അവർക്ക് സിദ്ധിച്ചു. ഭഗവാന്റെ ഒരു സങ്കല്പത്തിനനുസരിച്ച്, അതായത് ജ്യേഷ്ഠനും അനിയനും അടുത്ത് തന്നെ ഇരിക്കണം എന്ന് ഭഗവാന്റെ സങ്കല്പം. അതിനനുസരിച്ചിട്ടാണ് ഒരു 1.25 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ബലരാമസ്വാമി ക്ഷേത്രം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വർഷത്തിൽ 2 തവണ ജ്യേഷ്ഠനും അനിയനും കാണാറുണ്ട് എന്നാണ്. ഒന്ന് അക്ഷയതൃതീയ ദിവസം, അതായത് ഭഗവാൻ അവിടുന്ന് ശ്രീ ഗുരുവായൂരപ്പൻ അവിടുന്ന് സ്വന്തം സഹോദരനെ കാണാനായിട്ട്, ജ്യേഷ്ഠനെ കാണാനായിട്ട് ഘോഷയാത്രയായിട്ട് വരും, നെന്മിനിയിലേക്ക് വരും എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടുന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ വേഷം കെട്ടിയിട്ടുള്ള ഒരു കുട്ടി, ഭഗവാന്റെ പ്രതിരൂപമായിട്ട് ഒരു കുട്ടി, പിന്നെ ആന, ഗംഭീരമായിട്ടുള്ള കൊട്ട് വാദ്യങ്ങൾ, എഴുന്നള്ളിപ്പ് അതായിട്ട് ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ ഭഗവാൻ ബലരാമൻ ജ്യേഷ്ഠൻ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കും. അതിന് ആ പ്രതിരൂപമായിട്ട് ഒരു കുട്ടിയെയും, പ്രതിനിധിയായിട്ടൊരു കുട്ടിയെ ബലരാമൻ്റെ വേഷം കെട്ടിയിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവിടെ ഭഗവാന്റെ അതായത് ദേവസഹോദര സംഗമം അങ്ങനെ അക്ഷയതൃതീയ ദിവസം ഉണ്ടാവാറുണ്ട്. അതേപോലെ അഷ്ടമിരോഹിണി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ഗംഭീരമായിട്ട് അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നു. അഷ്ടമിരോഹിണി ദിവസം ഇവിടെ ആന, നെറ്റിപ്പട്ടം കെട്ടിയിട്ടുള്ള ആന, പല വിധത്തിലുള്ള കലാപരിപാടികൾ,
താലപ്പൊലി, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീ ബലരാമൻ്റെ വേഷം കെട്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ശ്രീ ബലരാമസ്വാമിയുടെ വേഷം കെട്ടിയിട്ട് അനേകം കുട്ടികൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ വേഷം കെട്ടിയിട്ട് ശോഭായാത്രയായിട്ട് ഗോപികമാർ ഇതൊക്കെ ആയിട്ട് ഇവിടുന്ന് അതിൻ്റെ മുമ്പായിട്ട് ഇവിടെ ഉറിയടി ഗംഭീരമായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. അവിടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവിടെ നിറപറയും നിലവിളക്കും വെച്ചിട്ട് ജ്യേഷ്ഠനെയും പരിവാരങ്ങളെയും സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ രണ്ടുപേരും കൂടി ഒന്നിച്ച് സംഗമിക്കുന്നത് അവിടെ വെച്ച് രണ്ടുപേരും ഭഗവാനും ശ്രീ ഗുരുവായൂരപ്പനും ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും തമ്മിൽ ഒന്നിച്ച് കെട്ടിപ്പിടിക്കുന്നത്, ആലിംഗനം ചെയ്യണത്. പിന്നീട് കുറേ സമയം അവിടെ വാദ്യഘോഷങ്ങൾ, ആനന്ദ നൃത്തം എല്ലാവരും. അതിനുശേഷം തിരിച്ച് എഴുന്നള്ളിപ്പ്. രണ്ടുപേരും പിരിയണത് തീരെ ഇഷ്ടമില്ലാത്ത വിധത്തിലാണ് അവിടുന്ന് പിരിഞ്ഞു പോണത് എന്നാണ്. അങ്ങനെ രണ്ട് ദിവസം വർഷത്തിൽ 2 ദിവസങ്ങളിലായിട്ട് ഗംഭീരമായിട്ട് ഈ ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ശ്രീ ബലരാമസ്വാമിയെ സംബന്ധിച്ച് വളരെയധികം അനേകം കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ്. ശ്രീകൃഷ്ണ സാക്ഷാൽ ഗോലോകേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണം, ആ തൊട്ടടുത്ത വിസ്തരണമായിട്ടാണ് ആദിസംകർഷണമൂർത്തിയെ പറയുന്നത്. അങ്ങനെ ഈ ആദിസംകർഷണമൂർത്തിയാണ് വൈഷ്ണവം ധാമം എന്ന് പറയും. സകല വൈകുണ്ഠലോകങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആദിസംകർഷണമൂർത്തിയായിട്ടുള്ള സാക്ഷാൽ ബലരാമസ്വാമി തന്നെയാണ് എന്നാണ്. അങ്ങനെ ബലരാമസ്വാമിയുടെ ഏറ്റവും ചെറിയ ഒരു അംശമാണ് ഈ പ്രപഞ്ച കോടികളെ തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അനന്തൻ എന്നാണ് പറയണത്. അനന്തമായിട്ടുള്ള ഭണങ്ങളിൽ അനന്തമായിട്ടുള്ള ബ്രഹ്മാണ്ട കോടികളെ അവിടുന്ന് അണു പോലെ എങ്ങനെയാണ് സഗിരിൽ സമുദ്ര സത്വം എന്നാണ് പറയണത്. സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹിമാലയ പർവ്വതത്തിന് എത്ര വലിപ്പമുണ്ട്, എത്ര സമുദ്രങ്ങളുണ്ട്, എത്ര പർവ്വതങ്ങളുണ്ട്, എത്ര വനങ്ങളുണ്ട്, എത്ര ദ്വീപുകളുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് ചേരുമ്പോഴാണ് ഭൂമിയിൽ നമ്മൾ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള അനേക ബ്രഹ്മാണ്ട കോടികളെ അണു പോലെ തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു ബലരാമസ്വാമിയുടെ ഏറ്റവും ചെറിയ അംശമായിട്ടുള്ള അനന്തൻ എന്നാണ്. അപ്പോൾ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ ബലരാമസ്വാമിയെ എത്രയാണ് അവിടുത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ അധികമാവില്ല, എത്ര പറഞ്ഞാലും അധികമാവില്ല ബലരാമസ്വാമിയുടെ മഹത്വം എന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ ക്ഷേത്രം അത്രയൊന്നും അതിന് പ്രചാരം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തതോട് കൂടിയിട്ട് അതിൻ്റെ മാതൃസമിതി ഉണ്ടായി. ക്ഷേത്രത്തിനെ വേണ്ട വിധത്തിൽ അതിനെ ഒന്ന് ഉദ്ധരിക്കാനായിട്ടുള്ള സമിതി ഉണ്ടായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ പ്രത്യേകിച്ചും പ്രശാന്ത് മുതലായിട്ടുള്ള കമ്മിറ്റി മെമ്പർമാരുണ്ടായി. ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന കൂട്ടായിട്ടുള്ള പ്രവർത്തനം. ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 10 അടി ഭക്തൻ്റെ മുമ്പിലേക്ക് ഓടി വരും എന്നതിൻ്റെ തെളിവാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി എന്നാണ്. അത്യത്ഭുതമാണ് ബലരാമൻ്റെ മഹിമകൾ. ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിൽ അവതരിക്കുന്നതിന് മുമ്പേ 3 മാസം മുമ്പേ ബലരാമൻ അവതരിച്ചിട്ടുണ്ട്. അതായത് 6 പുത്രന്മാരെ കംസൻ വളരെ ദാരുണമായിട്ട് ക്രൂരമായിട്ട് വധിച്ചു എന്നാണ്. അതിൻ്റെ ശേഷമാണ് ദേവകി ദേവിയുടെ ഗർഭത്തിൽ ഈ അനന്തം പ്രചക്ഷത അനന്തൻ ആദിസംകർഷണമൂർത്തി സാന്നിധ്യം ചെയ്തത് എന്നാണ്. അപ്പോൾ ഭഗവാനെ ഉൾക്കൊള്ളാനായിട്ട് ദേവകി ദേവിക്ക് പൂർണ്ണമായിട്ടുള്ള ബലം വേണം. അതിന് വേണ്ടിയിട്ട് ഈ 6 ഉണ്ണികൾ എന്ന് പറയുന്നത് 6 വിധത്തിലെ ഷഡ്വൈരികൾ, നമ്മളുടെ മനസ്സിലുള്ള 6 വിധത്തിലുള്ള ഭാവങ്ങളെയാണ് പറയണത്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളെയാണ് 6 ശത്രുക്കൾ എന്ന് പറയുന്നത്. ആ ശത്രുക്കൾ നശിക്കുമ്പോഴാണ് നമ്മൾക്ക് ബലം ഉണ്ടാവുക. അപ്പോൾ ബലരാമൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് ഭഗവാനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവുന്നത്. ദേവകി ദേവിക്ക് ആ ബലരാമനെ ഉൾക്കൊള്ളാനുള്ള ആ പ്രഭാവം ഉണ്ടായതോട് കൂടിയിട്ട് ബലരാമൻ എന്തെന്നില്ലാത്ത ശക്തി കൊടുത്തു. എന്തിന്? ശ്രീകൃഷ്ണ ഭഗവാനെ ഗർഭം ധരിക്കാനായിട്ട് എന്നാണ്. ആ ഭഗവാൻ പല വിധത്തിലും 5 വിധത്തിലാണ് ഭഗവാൻ ബലരാമസ്വാമി തൻ്റെ ഭഗവാനെ സേവിക്കുന്നത് എന്നാണ്. അപ്പോൾ ബലരാമസ്വാമി വൃന്ദാവനത്തിൽ ലീലകളിൽ നമ്മൾക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ശാന്തമായിട്ടുള്ള ഭക്തി,
ശാന്തഭക്തി, ദാസ്യഭക്തി, അതേപോലെ തന്നെ സഖ്യഭക്തി, വാത്സല്യഭക്തി, മാധുര്യഭക്തി. ഭക്തി 5 വിധമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. ശാന്തമായ രൂപത്തിൽ ഭഗവാനെ ബലരാമസ്വാമി സേവിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ഭഗവാന്റെ വാദ്യഘോഷങ്ങളായിട്ട് മൃദംഗം, അതേപോലെ ഇലത്താളം, കരത്താളം എന്ന് പറയും, ഇലത്താളം എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഭഗവാന്റെ മാല, ഭഗവാന്റെ വസ്ത്രങ്ങൾ, ഭഗവാനായിട്ട് ബന്ധപ്പെട്ട എല്ലാം ബലരാമസ്വാമിയുടെ ആ ഒരു പ്രാതിനിധ്യമുള്ളതാണ് എന്നതുകൊണ്ട് ശാന്തഭാവത്തിൽ എങ്ങനെ ഭഗവാനെ സേവിക്കുമെന്ന് ബലരാമൻ നമ്മൾക്ക് കാണിച്ചു തരുന്നു. പിന്നെ ദാസ്യഭാവത്തിൽ വൃന്ദാവനത്തിൽ പശു മേയ്ക്കാനായിട്ട് ഭഗവാൻ പോകുന്ന സമയത്ത് ബലരാമൻ എന്തു ചെയ്യും? ദാസ്യഭാവത്തിൽ വൈകുണ്ഠമൂർത്തിയെ എങ്ങനെയാണോ ലക്ഷ്മീദേവി സേവിക്കുന്നത് അതേ ഭാവത്തോട് കൂടിയിട്ട് ഭഗവാനെ സേവിക്കും. എങ്ങനെ സേവിക്കണത്? നല്ല തളിര് കൊണ്ട് മെത്തുണ്ടാക്കും. പിന്നെ തലയെണ്ണ, അതായത് ഒരു ഗോപനെ നേരെ ആ ഭഗവാൻ തലയണയുടെ ഭാഗത്തായിട്ട് ഇരുത്തും. എന്നിട്ട് ആ ഗോപൻ്റെ മടിയിൽ ഭഗവാൻ തല വെച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ബലരാമൻ എന്ത് ചെയ്യും? തൻ്റെ സ്വാമി എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടെ ആ പാദം ഭംഗിയായിട്ട് തലോടി കൊടുക്കും. എൻ്റെ സന്തോഷമായോ, വേദന കുറവുണ്ടോ കാലിൽ നിന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാല് നന്നായിട്ട് തലോടി കൊടുക്കും. അങ്ങനെ ദാസ്യഭാവത്തിൽ ഭഗവാനെ സേവിച്ചിട്ടുണ്ട്. സഖ്യഭാവത്തിൽ ഭഗവാനെ സേവിച്ചിട്ടുണ്ട്. എന്താ സഖ്യഭാവത്തിൽ സേവിക്കുന്നത്? ചുമലിൽ കൈയിട്ടുകൊണ്ട് നടക്കുക. അങ്ങനെ ആ സഞ്ചരിക്കുന്ന സമയത്ത് ബലരാമൻ ഏകകുണ്ടലമായിട്ടാണ്. ബലരാമനെ കാണാറുണ്ട്, ഒരു കുണ്ടലേ ധരിച്ചിട്ടുള്ളൂ. എന്താണ്? ഈ ഭാഗത്ത് മാത്രമേ കുണ്ടലം ധരിച്ചിട്ടുള്ളൂ. കാരണം ഭഗവാനെ ഇങ്ങനെ തോളോട് ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഭഗവാന്റെ കവിൾത്തടത്തിൽ തൻ്റെ ആ കുണ്ടലങ്ങൾ ഇങ്ങനെ തട്ടിയിട്ട് വേദനയാവോ എന്നുള്ള ആ ഒരു ഭയത്തോട്, ഒരു സ്നേഹത്തോടും കൂടിയിട്ടാണ് അത്രേ ബലരാമൻ ഒരു കുണ്ടലം മാത്രമേ ധരിക്കാറുള്ളൂ. തൻ്റെ സഹോദരനോടുള്ള എന്തെന്നില്ലാത്ത പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം കൊണ്ടാണ് ബലരാമൻ എപ്പോഴും നീല പട്ട് വസ്ത്രമാണ് ധരിക്കുക. നീല പട്ട് വസ്ത്രം ധരിക്കുക. കാരണം എന്താണ്? ജ്യേഷ്ഠൻ്റെ ആ നിറത്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് നീല പട്ട് വസ്ത്രം ധരിക്കുന്നത് എന്നാണ്. അങ്ങനെ ആ സഖ്യഭാവത്തിൽ എപ്പോഴും അതെ ആ ചുമലിൽ കൈയിട്ടുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് സഞ്ചരിക്കുക. പല പല കളി തമാശകളും പറയുക. ചില സമയത്ത് ബലരാമൻ്റെ ചുമലിൽ കയറും ഭഗവാൻ. ഭഗവാന്റെ ആ ചുമലിൽ ആ പുറത്ത് ബലരാമൻ കയറും. അങ്ങനെ കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് പല പല കളികളും കളിക്കാറുണ്ട്. മരങ്ങളിൽ കയറുക, മരത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങുക, കുരങ്ങനെ പോലെയൊക്കെ ചാടി ചാടി മരത്തിൻ്റെ മുകളിലേക്ക് കയറുക. പിന്നെ ആ വൃന്ദാവനത്തിലെ ആ യമുനാ നദിയുടെ തീരത്തായിട്ട് ഇങ്ങനെ തവളയൊക്കെ ചാടും പോലെ വെള്ളത്തിലേക്ക് ചാടുക. അങ്ങനെ പല പല കളികൾ, ഊഞ്ഞാലിട്ടിട്ട് ഊഞ്ഞാലിൽ രണ്ടുപേരും ഇരുന്നിട്ട് കൂട്ടുകാർ ഭഗവാനെ ആട്ടുക. ഇങ്ങനെ പല സമയത്ത് പല കർഹിജിൽ മൃഗചേഷ്ടയ, പല മാനുകളെ പോലെ മയിലുകളെ പോലെ ഇങ്ങനെ പല വിധത്തിലും ഒന്നിച്ച് ആ സഖ്യഭക്തി എന്ത് എന്ന് ബലരാമൻ കാണിച്ചു തരണു. പിന്നെ വാത്സല്യഭക്തിയും ബലരാമൻ പ്രകടിപ്പിക്കുന്നുണ്ട്. യശോദ അമ്മ പറയാറുണ്ട്, വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ണി കൃഷ്ണനെ വികൃതിയാണ്, നല്ലോണം നോക്കിക്കൊള്ളണമെന്ന് പറയാറുണ്ട്. അമ്മയെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയും. നല്ല ആ മരത്തിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് മുള്ളില്ലാത്ത മരങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കും ബലരാമൻ. അങ്ങനെ ആ മുള്ളില്ലാത്ത മരത്തിൻ്റെ മുകളിൽ മാത്രമേ കയറാൻ സമ്മതിക്കുള്ളൂ. അധികം ദൂരത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. കൃഷ്ണ മുകളിലേക്ക് കയറണ്ട, ഞാൻ ഏട്ടൻ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് നേരെ ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറും. എന്നിട്ട് നല്ല പഴങ്ങൾ, ഇത് വല്ല വിഷമുള്ള പഴമാണോ എന്നറിയില്ലല്ലോ, ബലരാമൻ രുചിച്ചു നോക്കും. നല്ല പഴങ്ങൾ മാത്രം, അമ്മേ ഞാൻ നല്ല പഴങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ കണ്ണന് എന്ന് പറയും. ഇങ്ങനെ ആ ബലരാമന് എങ്ങനെയാണ് യശോദാദേവി ഭഗവാനെ ലാളിക്കുന്നത് അതേപോലെ ബലരാമൻ ലാളിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ ഒരു ഗോപിയുടെ രൂപം സ്വീകരിച്ച് അനങ്കമഞ്ജരി എന്ന രൂപം സ്വീകരിച്ചുകൊണ്ട് പ്രേമഭക്തിയോടുകൂടെ ഭഗവാനെ സേവിച്ചിട്ടുണ്ട് എന്നാണ്.
പിന്നെ രാസലീല കാണണമെന്ന് ബലരാമന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ബലരാമൻ രാസലീലയുടെ ആ വേദിയിൽ വന്നില്ല? ബലരാമൻ ജ്യേഷ്ഠനാണ്. ബലരാമനെ കണ്ടു കഴിഞ്ഞാൽ രാസലീലയ്ക്ക് എല്ലാ ഗോപികമാർ മുഴുവൻ അവരുടെ മൂടുപടം താഴ്ത്തിയിട്ട് അനങ്ങാതെ നിൽക്കും. അതുകൊണ്ട് ബലരാമൻ ഗോവർദ്ധനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ലുക് ലുക് ദാവൂജി എന്ന് പറയും, ആ ഒരു ഭാഗത്തായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് വളരെ രാസലീലയിൽ ബലരാമൻ പങ്കെടുത്തു. അനങ്കമഞ്ജരിയായിട്ട് ബലരാമൻ സേവിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 5 വിധത്തിലും ഭഗവാനെ സേവിക്കുന്നു. ബലരാമൻ്റെ കയ്യിൽ കലപ്പ കാണാൻ സാധിക്കും, അതേപോലെ കയ്യിലൊരു മുസലവും കാണാൻ സാധിക്കും. എന്തിനാണ് ഈ കലപ്പ? കൃഷിക്കാർക്ക് ഒരു അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്, നിലം മുഴുവാൻ വേണ്ടിയിട്ട്. പിന്നെ പാടത്തുള്ള കട്ടകളൊക്കെ ഒടിക്കാൻ, അതിനൊക്കെ അടിച്ച് പൊടിക്കാൻ വേണ്ടിയിട്ട്, അതിനാണ് ഈ മുസലം, കയ്യിൽ ഇരുമ്പൊലക്ക എന്നാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് വേണം വിത്ത് പാവാനായിട്ട്. ഇതേപോലെ ബലരാമസ്വാമി നമ്മളുടെ ഹൃദയത്തിൽ സാന്നിധ്യം ചെയ്തിട്ട് അതായത് കലപ്പ കൊണ്ട് നിലം മുഴുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിനെ കാമക്രോധ മത മത്സരങ്ങളാകുന്ന സകല വിധത്തിലുള്ള ദോഷങ്ങളെയും അടിച്ചു ഉടച്ചിട്ട് അതിൽ ഭക്തിയുടെ ബീജം പാവുന്നു എന്നാണ്, നിക്ഷേപിക്കുന്നു. ഭക്തിയുടെ ആ ബീജം എങ്ങനെയാണ് അത് വളർന്നു വലുതാവുക? ഭക്തിയുടെ, കൃഷ്ണഭക്തിയുടെ ആ ഒരു ബീജം, ഒരു വിത്ത് നമ്മളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള ശ്രവണം, കീർത്തനം, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, പിന്നെ നിരന്തരമായിട്ട് കീർത്തിക്കുക, അതിൽ കൂടെ ആ ബീജം അത് വളർന്ന് ഭക്തി ലതയായിട്ട് മാറുന്നു എന്നാണ്. ഈ ഭക്തി ലത, ഭഗവാന്റെ തിരുനാമം, ഭഗവാനെക്കുറിച്ചിട്ടുള്ള ശ്രവണം, ഭാഗവത ശ്രവണം, ഭഗവാന്റെ സത്സംഗം, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സംഘം, അതോടുകൂടി ഇത് വളർന്ന് എവിടെ എത്തിച്ചേരുന്നു? വാസ്തവത്തിൽ ഇത് ഭഗവാന്റെ ലോകം വരെ എത്തിച്ചേരാൻ, ഗോലോകം വരെ എത്തിച്ചേരാൻ ഈ ഭക്തി ലതയ്ക്ക് കഴിവുണ്ട് എന്ന് ബലരാമൻ കാണിച്ചതുകൊണ്ട്. അപ്പം നമ്മളുടെയൊക്കെ ഗുരുവായിട്ടാണ് ഗുരു തത്വമായിട്ടാണ് ബലരാമനെ പറയുന്നത് എന്നാണ്. എങ്ങനെ ഭഗവാനെ സേവിക്കണം, എങ്ങനെ ഭഗവാനെ വാത്സല്യത്തോടു കൂടെ ഭഗവാനെ കണക്കാക്കണം എന്നതിനെക്കുറിച്ച് ബലരാമൻ അനവധി പാഠങ്ങൾ നമ്മൾക്ക് തരുന്നു എന്നതാണ്. അപ്പോൾ ഭഗവാൻ സങ്കല്പിച്ചു തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ കൃഷ്ണ ബലരാമന്മാരെ ഒന്നിച്ച് ദർശനം ചെയ്യുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു നിർദ്ദേശം എന്താണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രീ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും പ്ലാൻ ചെയ്യുക. ഞങ്ങൾ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശനം ചെയ്തിട്ട് ഏട്ടനെ കണ്ടിട്ട് അനിയനെ കാണാൻ പോകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ദൂരമുള്ളൂ, 1.25 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ഭഗവാനെ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട്, ബലരാമൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ ദർശനം സഫലമായിട്ട് മാറും എന്നാണ്. പിന്നീട് ഈ ക്ഷേത്രത്തിൽ കർക്കടക മാസത്തിലെ വാവുബലി വളരെ വിശേഷമായിട്ടുള്ളതാണ്. ഏകദേശം ഒരു 2000-ഓളം പേർ കഴിഞ്ഞ തവണ ഇവിടെ വാവുബലിക്ക് ബലി ഇടാനായിട്ട് എത്തിച്ചേർന്നു. അപ്പം അതും ബലരാമൻ്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഇവിടെ ഇത് ബലിയിടുക എന്നുള്ളത് വളരെ വിശേഷമായിട്ടുള്ളതാണ്. വിശാലമായിട്ടുള്ള കുളം, എല്ലാ സൗകര്യങ്ങളും, പിന്നെ ഭഗവാന്റെ അടുത്ത് വിശേഷപ്പെട്ട അതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഓഡിറ്റോറിയം ശ്രീകോവിൽ വളരെ ഭംഗിയായിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ഗുരുവായൂർ ദേവസ്വം അതിനെ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ശ്രീകോവിലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, ചുറ്റമ്പലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, നാലമ്പലത്തിൻ്റെ പണി വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അഷ്ടമിരോഹിണി ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. അത് വളരെയധികം ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യമുണ്ടായി. കുട്ടികളെയും കൊണ്ട് ഇവിടെ വരാനും, കുട്ടികളെയൊക്കെ വേഷം കെട്ടിച്ച് ശോഭായാത്രയ്ക്ക് തയ്യാറാക്കിയിട്ട് കൊണ്ടുവരാൻ ഇവിടെ വന്ന സമയത്ത് വാസ്തവത്തിൽ അത്ഭുതം തോന്നി. ശരിക്കും ഒരു ഗോലോകം,
അമ്പാടി തന്നെയായിട്ട് മാറിയിരുന്നു ഈ ഒരു നെമ്മിനി ബലരാമക്ഷേത്ര സന്നിധി എന്നത്. വളരെ സന്തോഷമുണ്ട് ഇവിടെ. കാരണം നമ്മൾക്ക് ഇത്രയടുത്ത് ഭഗവാന്റെ ഇത്രയും അടുത്ത് താമസിക്കാൻ സാധിക്കുക, ഈ ഭഗവാന്റെ ഈ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈ സ്ഥലത്ത് പുണ്യപൂരിതമായിട്ടുള്ള സ്ഥലമായിട്ടുള്ളൊരു ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കുക ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പനും ബലരാമസ്വാമിയും എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഒരവസരം തന്നിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അധികാരികളോടും പിന്നെ പറയാനായിട്ട് ഒരു അനുഗ്രഹം തന്നത് ഗുരുനാഥന്മാരാണ്. അപ്പോൾ അവർക്കും ഈ സന്തോഷം ഈ ഒരു എൻ്റെ ഈ സന്തോഷം അവരെ പ്രത്യേകം അറിയിക്കുന്നു. നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എല്ലാം ശ്രീ ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും ബലരാമസ്വാമിയുടെ അനുഗ്രഹമാണ്. ഹരേ കൃഷ്ണ. നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പിന്നെ ഇവിടെ പ്രത്യേക വഴിപാട് എന്താണ് ചന്ദനം ചാർത്തൽ. ഭഗവാനെ മുഴുക്കാപ്പ് ചന്ദനം ചാർത്തുക അവിടെ പ്രത്യേക വിശേഷപ്പെട്ട വഴിപാടാണ്. പിന്നെ ഭഗവാന് കലപ്പ സമർപ്പിക്കുക, അതും വിശേഷപ്പെട്ട വഴിപാടാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ചും ആ ഒരു വഴിപാട് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു നാട് നന്നാവണം എന്നുണ്ടെങ്കിൽ ആ ദേശത്തിലുള്ള ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാതൃസമിതിയുടെ പ്രസിഡൻ്റാണ് ശ്രീമതി ജ്യോത്സ്ന. അപ്പോൾ ജ്യോത്സ്നയോട് നമ്മൾ ചോദിക്കുന്നു, ജ്യോത്സ്ന മാതാജിയോട് നമ്മൾ ചോദിക്കുന്നു, എന്താണ് ഈ ക്ഷേത്രത്തിൽ മാതൃസമിതി പ്രസിഡൻ്റായതിന് ശേഷം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ മാതൃസമിതി ആയ പിന്നെ ഇവിടെ ദിവസവും എല്ലാ മാസവും നാരായണീയം വായന നടത്തുന്നുണ്ട്. എല്ലാ 30 ആഴ്ചകളിലും കർക്കിടക മാസത്തിൽ രാമായണം ഒരു മാസം മുഴുക്ക 30 ദിവസവും രാമായണ പാരായണം നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അനുഭവം എന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളും നല്ല ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ ഉണ്ടായി ഇവിടെ വന്ന് വായന തുടങ്ങിയ പിന്നെ ബലരാമനെ തൊഴുതിട്ട് പോയാൽ ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നുള്ളതൊരു ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അതെനിക്ക് അനുഭവമാണത്. എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയി അത് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ സാധിക്കും. ബലരാമനോട് ആദ്യം പറയുക, ബലരാമനെയാണല്ലോ ഇഷ്ടം ഭഗവാന്. രാധയും ബലരാമനും കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഗുരുവായൂരപ്പനാരും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അത്രേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായല്ലോ, ബലരാമനെ തൊഴുത് കഴിഞ്ഞാൽ, ബലരാമൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്താണ് അനുഭവം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ അനുഭവത്തിൽ കൂടെ അത് എത്തണം തന്നെ. ആദ്യം ബലരാമനെ വന്ന് ദർശനം ചെയ്യുക, അതിനുശേഷം ഗുരുവായൂരപ്പൻ ദർശനം. നമുക്ക് എത്ര തടസ്സങ്ങളെല്ലാം തട്ടി മാറ്റാനും ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കാനുള്ള എന്തെന്നില്ലാത്ത ആ ഒരു പ്രഭാവം ബലരാമസ്വാമിക്കുണ്ട്. അതുകൊണ്ട് നെന്മിനി ബലരാമക്ഷേത്രത്തിൽ എല്ലാവരും ദർശനം ചെയ്യണം. എന്നിട്ട് ആ ഒരു അനുഭൂതിയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. മകനയുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. ബലരാമസ്വാമിയുടെ ആ ഒരു നിത്യമായിട്ടുള്ള ഉപാസന കൊണ്ട് അവരുടെ ആ ഗൃഹം വളരെ ഐശ്വര്യപൂർണ്ണമാണ്. എനിക്ക് വളരെ അടുത്തറിയാം. ആ നെന്മിനി മനയിലെ പല ഡോക്ടർമാർ, എൻജിനീയർമാർ, മിക്കവാറും അവിടുത്തെ ആളുകൾ ഡോക്ടർമാരാണ്. പിന്നെ സയൻറ്റിസ്റ്റുമാർ, അങ്ങനെ പല വിധത്തിലുള്ള ഉന്നതമായിട്ടുള്ള പദവിയിലാണ് അവിടുത്തെ ഓരോ അംഗങ്ങളെയും കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ അമ്മമാരാണെങ്കിൽ വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലാണ് അമ്മമാരും. അപ്പോൾ അങ്ങനെ ബലരാമസ്വാമിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. വളരെയധികം പ്രസിദ്ധി കേട്ടിട്ടുള്ള മനയാണ് നെന്മിനി മന. ബലരാമൻ്റെ ആ സേവ കൊണ്ടാണ് അവർക്ക് ഇത്രയും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കരുണ, ആ കരുണ കൊണ്ടാണ് ബലരാമസ്വാമിയെ സേവിക്കാൻ അവർക്ക് ഭാഗ്യം സിദ്ധിച്ചത്. അപ്പോൾ ബലരാമസ്വാമിയുടെയും ഗുരുവായൂരപ്പനെയും അനുഗ്രഹം പൂർണ്ണമായിട്ട് ആ മനയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ നമ്മൾക്ക് ആനന്ദദായകമാണ്, നമ്മൾക്ക് പുണ്യമാണ്.
ഭക്തന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളിലും ആ ഭക്തിയുടെ ഭാവം ഉണ്ടാക്കും. ഹരേ കൃഷ്ണ. നെന്മിനി ബലരാമക്ഷേത്രത്തിലെ ഇവിടുത്തെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ക്ഷേത്രമാണ്. അവിടുത്തെ മേൽശാന്തിയാണ് ഇവിടെ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പം മേൽശാന്തി അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ചിട്ട്, മേൽശാന്തിയുടെ അനുഭവങ്ങളെക്കുറിച്ചിട്ട് മേൽശാന്തി പറയും. ഇവിടുത്തെ ഉത്സവം ബലരാമ ജയന്തി അത് അക്ഷയ തൃതീയയുടെ അന്ന് അവസാനിക്കാൻ തക്കവണ്ണമാണ് 10 ദിവസത്തെ പരിപാടികളായിട്ടാണ് ആഘോഷിക്കുന്നത്. നാരായണീയ പാരായണം, അതേപോലെ തന്നെ സത്സംഗങ്ങൾ, പല ഭജനകൾ, അതൊക്കെ ആയിട്ടാണ് ഈ 10 ദിവസം ആഘോഷിക്കുന്നത്. രാത്രി അക്ഷതൃതീയയുടെ അന്ന് അവസാനിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഉത്സവം ഉണ്ടാവാറുള്ളത്. അതിന് വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നാരായണീയ പാരായണം, സത്സംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, പിന്നെ വിശേഷാൽ പൂജകൾ, പിന്നെ എല്ലാ ദിവസവും രാത്രി പ്രസാദോട്ട്, അതായത് കഞ്ഞി, പുഴുക്ക്, അങ്ങനെയുള്ള ആ സദ്യയായിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എങ്ങനെയാണുള്ളത് അതേപോലുള്ള സദ്യയായിട്ട് തന്നെയാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത്. ഇവിടുത്തെ മേൽശാന്തിയാണ് ഇവിടെ ഉമേഷ് ആണ് മേൽശാന്തി. ഉമേഷ് നമ്പൂതിരിയാണ് മേൽശാന്തി. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഒന്ന് പറയും. ഹരേ കൃഷ്ണ. നമ്മൾ നെന്മിനി ബലരാമക്ഷേത്ര മേൽശാന്തി ഉമേഷ് നമ്പൂതിരി, അരീക്കര മന. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ ഇപ്പോൾ ഒരു 5:30 തുറക്കും, നട തുറക്കും. ഒരു 11:30 വരെ ഉണ്ട് നട തുറന്നിരിക്കും. അല്ല, വൈകിട്ട് 5:30 തുറന്നിട്ട് ഒരു 7:30 വരെ അതുണ്ട്. അതിൽ 7:30 എന്ന് വെച്ചാൽ വൈകുന്നേരം എല്ലാ ദിവസവും അപ്പം, അവിൽ, ഭഗവതിക്ക് അഴൽ എല്ലാം ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു പ്രസാദം വന്നു കഴിഞ്ഞാൽ പ്രസാദങ്ങളുണ്ടാവും, എല്ലാ ഇതും ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ നെന്മിനി ബലരാമക്ഷേത്രത്തിലെ മെയിൻ പ്രധാന വഴിപാടുകൾ കലപ്പ സമർപ്പണമുണ്ട്, പിന്നെ ത്രികാല പൂജ, പിന്നെ നക്ഷത്ര പൂജ, അങ്ങനെ പൂജകളും പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. പിന്നെ വിശേഷങ്ങൾ നല്ല തിരക്കായിരിക്കും.